ഗായ്സ് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ വന്ന കിടിലം പോലത്തെ രണ്ട് അപ്ലിക്കേഷനും കാര്യങ്ങളാണ്. രണ്ട് അപ്ലിക്കേഷനും എനിക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പരസ്യം കാണാണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ട്രിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ബട്ട് ഇതിനൊരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു നുറുക്ക് ട്രിക്കും രണ്ട് അപ്ലിക്കേഷനിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എംബിയും കാര്യങ്ങളൊക്കെ ലാഭിക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഈ രണ്ട് അപ്ലിക്കേഷൻ. കേസ് അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് കിട്ടിയ പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് അപ്ലിക്കേഷനിൽ കിട്ടിയ പ്രൂഫും കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. 24 ഹവറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്നതാണ്. 24 ഹവർ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ 5-6 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. രണ്ടാമത്തെ അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യട്ടെ കേസ്. അപ്പോൾ എന്തായാലും ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. ഇതാണ് ഫസ്റ്റ് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സെർച്ച് ബാറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 1 തൊട്ട് 5 വരെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇതിൽ സൈൻ ഇനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ലിക്കേഷന്റെ മെയിൻ ഇന്റർഫേസിലോട്ട് എത്തുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു അപ്ലിക്കേഷന്റെ മെയിൻ ഇന്റർഫേസും കാര്യങ്ങളാണ് ഇത്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡെയിലി ടാസ്ക് 10 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എനിക്ക് ഇവിടെ ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നുണ്ട്. അതിനുശേഷം എനിക്ക് ഇവിടെ 10 പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവർ ബാലൻസ് എന്ന് പറഞ്ഞു കൊടുത്ത് 72 പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. 62 പോയിന്റ്സ് 10 പോയിന്റ്സും കാര്യങ്ങളൊക്കെ പ്ലസ് ആയി 72 ആയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷനിലാണ് ട്രിക്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതായത് പരസ്യം കാണാണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഏണിങ്സ് തന്നെ ഉണ്ടാക്കിയിട്ട് വിഡ്രോ കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം ട്രിക്ക് എന്താണെന്നൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് സ്പിൻ ദ ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിൻ വീലും കാര്യങ്ങളൊക്കെ കറങ്ങുന്നതാണ്. സ്പിൻ വീൽ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നടുത്ത റൗണ്ടും കാര്യങ്ങളാണ് കേസ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കോയിനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റത്തെ ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് ചാൻസ് എന്ന് പറഞ്ഞിട്ട് 25 കൊടുത്തിട്ടുണ്ട്. 25 എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലിമിറ്റും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഡെയിലി ലിമിറ്റും കാര്യങ്ങളും. ഈ ഒരു ചാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ 0 ആക്കി എടുത്താൽ മാത്രം നിങ്ങൾക്ക് ഡെയിലി വിഡ്രോ അടിച്ചെടുക്കാനും പറ്റത്തുള്ളൂ. ഇന്ന് എനിക്ക് ഇനി വിഡ്രോ അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാൻസും കാര്യങ്ങളൊക്കെ 0 ആയി കിടക്കണം. ഈ ചാൻസും കാര്യങ്ങളൊക്കെ 0 ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റാർട്ട് കൊടുത്ത് എനിക്ക് ഇവിടെ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ സ്പിൻ വീലും കാര്യങ്ങളൊക്കെ കറങ്ങുന്നതാണ്. ഞാൻ ലൈവ് ആയിട്ട് ട്രിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സ്പിൻ വീലും കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ട്. അതിനുശേഷം ഈ സ്പിൻ വീലും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിനുശേഷം എനിക്കൊരു നിശ്ചിത കോയിനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ സ്പിന്നിൽ എനിക്ക് ഇവിടെ 3 പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടനും കാര്യങ്ങളും. ഈ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓക്കെ ബട്ടനും ക്ലിക്ക് ചെയ്യേണ്ട, പിന്നെ അതുപോലെ തന്നെ ആഡും കാര്യങ്ങളും വാച്ചും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് വാച്ച് ചെയ്യാണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ചാൻസും കാര്യങ്ങളൊക്കെ 0 ആക്കി എടുത്തിട്ട് ഡെയിലി വിഡ്രോ അടിച്ചെടുക്കാനും പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ 4-5 ഹവറിനുള്ളിൽ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് 24 ഹവറും കാര്യങ്ങളൊക്കെ എടുക്കത്തുള്ളൂ കേസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ലൈവ് ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ സൈഡ് ബട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എന്റെ സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. എനിക്ക് ആ ഒരു 3 പോയിന്റ്സും കാര്യങ്ങളൊക്കെ എന്റെ വാലറ്റിൽ ആഡ് ആയിട്ടുണ്ട്. 72 പോയിന്റ്സ് ഉള്ളത് 75 ആയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാൻസ് 25 ഉള്ളത് 24 ആയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തായിരുന്നു കേസ്. അപ്പോൾ എന്തായാലും ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഇതേ കമ്പനിയുടെ വേറെ ഒരു അപ്ലിക്കേഷൻ ആയിരുന്നു. ഇതുപോലെ തന്നെ ആയിരുന്നു ഏകദേശം കേസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത്. പല ഫോണിലും പല രീതിയിലായിരിക്കും സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്പൺ ആക്കുന്ന അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി എടുക്കാനും പറ്റുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു അപ്ലിക്കേഷൻ കേസ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മൊബൈലിൽ എങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്പൺ ആക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് നിങ്ങൾ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആക്കുക സ്പ്ലിറ്റ് സ്ക്രീൻ കേസ്. അപ്പോൾ എന്തായാലും അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വഴി എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് യൂട്യൂബ് സെർച്ച് ചെയ്താൽ മതി സ്പ്ലിറ്റ് സ്ക്രീൻ എങ്ങനെ ഓപ്പൺ ആക്കലെന്ന് കേസ്. അപ്പോൾ എന്തായാലും കൂടെ നിങ്ങളുടെ മൊബൈലിന്റെ മോഡൽ നെയിമും കൂടെ അടിച്ചു കൊടുത്താൽ മതി കേസ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ മൊബൈലിൽ എങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാന്ന് കേസ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ബഗ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരസ്യം കാണാതെ ചടപ്പില്ലാണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡെയിലി ലിമിറ്റും കാര്യങ്ങളൊക്കെ തീരുന്നവരെ കേസ്. അപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ട്രിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ഒരു തവണ സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തവണ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. 2 തവണ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 ചാൻസും കാര്യങ്ങളൊക്കെ മൈനസ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ലൈവ് ആയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരട്ടെ കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളൊന്നും ഞാൻ ഒഴിവാക്കി
ഒഴിവാക്കിയിട്ടില്ല കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റും സ്പ്ലിറ്റ് സ്ക്രീനിൽ തന്നെ ഞാൻ ഇവിടെ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് ഇവിടെ സ്പിൻ വീലും കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ട്. എന്റെ ചാൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 23 ആയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും എന്റെ വാലിറ്റിയിൽ ആ കോയിൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ആഡ് ആയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് 75 എന്നുള്ളത് 5 പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ട് 80 ആയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഇത് നെക്സ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 5 പോയിന്റ്സും കാര്യങ്ങളൊക്കെ പെർമനന്റ് ആയിട്ട് എന്റെ വാലിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഓക്കെ ബട്ടനും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യണമല്ലോ. ഈ ഓക്കെ ബട്ടനും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുമല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഒന്നുകൂടെ കാണിച്ചില്ല കേസ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. അതിനുശേഷം നോക്കടെ കാണാൻ പറ്റുന്നതാണ് ലൈവ് ആയിട്ട് തന്നെ എനിക്ക് ആ ഓക്കെ ബട്ടനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ അടുത്ത സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേസ്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പരസ്യം കാണാണ്ട് തന്നെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കേസ്. അപ്പോൾ എന്തായാലും ഡെയിലി ലിമിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കാനും പറ്റുന്നതാണ്. ബട്ട് നിങ്ങൾക്ക് ഈ ഡെയിലി ലിമിറ്റും കാര്യങ്ങളൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഈ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് ഈ ചാൻസും കാര്യങ്ങളൊക്കെ ഏകദേശം പകുതിയൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. ആ നോട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബട്ടനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ചിലപ്പോൾ ഓക്കെ ബട്ടൺ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടായിരിക്കും ആ ബട്ടനും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കേസ്. അപ്പോൾ എന്തായാലും ഇത് നെക്സ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടനും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതാണ്. ആ ആഡിലുള്ള അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ബാക്ക് അടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്നതാണ്. ആ ഒരു ടാസ്കും കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പിന്നും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഈ ചാൻസും കാര്യങ്ങളൊക്കെ സീറോ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് കേസ്. അപ്പോൾ എന്തായാലും ഒറ്റ തവണ നിങ്ങൾ 25 കംപ്ലീറ്റ് ആക്കുന്ന ഇടയ്ക്ക് വരത്തുള്ളൂ കേസ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ നോട്ടീസും കാര്യങ്ങളൊക്കെ തന്നിട്ട് ആ നോട്ടിലുള്ള ആ ബട്ടനും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുമ്പോൾ ആ ആഡിൽ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒറ്റ തവണ വരത്തുള്ളൂ കേസ്. അപ്പോൾ എന്തായാലും അപ്പൊ നിങ്ങൾ അത് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സ്പിന്നും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ചാൻസും കാര്യങ്ങളൊക്കെ സീറോ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ കേസ്. അപ്പോൾ ആ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു ചെറിയ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ട്രിക്ക് എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എംബിയും കാര്യങ്ങളൊക്കെ ലാഭിക്കാൻ വേണ്ടിയാണ്. ഒരു എംബി പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ലൈവ് ആയിട്ട് ആ ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് എന്റെ ചാൻസും കാര്യങ്ങളൊക്കെ 18 ആയിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് എനിക്ക് ആ നോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ ഇവിടെ ഹിന്ദിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്നും നിങ്ങൾ മെയിൻ ആക്കണ്ട. ഇവിടെ ഓക്കെ ബട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതാണ്. ഈ ആഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് കേസ്. അപ്പോൾ ഈ ആഡും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് നേരെ പ്ലേ സ്റ്റോറിലോട്ടാണ് വരുന്നത്. ഈ ഒരു അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ബാക്ക് അടിച്ച് വരുമ്പോൾ മാത്രമേ എനിക്ക് ഇവിടെ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ ചെറിയ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എംബി പോലും ഇല്ലാണ്ട് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ബാക്ക് അടിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ആ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആ ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് തന്നെ എത്തണം കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഡും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില ആഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ക്രോം ബ്രൗസറിലോട്ടാവും എത്തുക. അപ്പോൾ എംബി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്ലിക്കേഷനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യട്ടെ കേസ്. അപ്പോൾ എന്തായാലും എംബി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബാക്ക് അടിക്കുക, വീണ്ടും ആഡും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യട്ടെ കേസ്. അപ്പോൾ എന്തായാലും വീണ്ടും പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷന്റെ ആഡ് വരുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വീണ്ടും വാച്ച് ചെയ്തുകൊണ്ടിരിക്കട്ടെ കേസ്. അപ്പോൾ എന്തായാലും അപ്പോൾ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ സെർച്ച് ബാർ പോവുക, KBN സെർച്ച് ചെയ്യട്ടെ കേസ്. അപ്പോൾ എന്തായാലും ഇതുപോലെ KBN സെർച്ച് ചെയ്യുക. അതിനുശേഷം KB സ്പെഷ്യൽ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് മുകളിലുള്ള ഈ ഒരു അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് KB സ്പെഷ്യൽ അപ്ലിക്കേഷൻ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇൻസ്റ്റാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 2 MB അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് KB സ്പെഷ്യൽ അപ്ലിക്കേഷൻ ആണ് എനിക്കിവിടെ മുകളിൽ വന്നിട്ടുള്ളത്. ആ ഒരു അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ 2 MB അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ KBN സെർച്ച് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു MB പോലും ആവാണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേസ്. അപ്പോൾ എന്തായാലും ലൈവ് ആയിട്ട് തന്നെ ഈ 2 MB അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ലൈവ് ആയിട്ട് തന്നെ ആ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തരാം കേസ്. അപ്പോൾ എന്തായാലും ഈ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഓപ്പണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേസ്. അപ്പോൾ ഇനി ഞാൻ 30 സെക്കൻഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേസ്. അപ്പോൾ നമ്മൾ ഇവിടെ 30 സെക്കൻഡ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ബാക്ക് അടിക്കുവാണ് കേസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ലൈവ് ആയിട്ട് തന്നെ ഞാൻ ഇവിടെ ബാക്ക് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ വീണ്ടും ആഡിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ടാസ്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ബ്ലർ ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്ലറും കാര്യങ്ങളൊക്കെ ആക്കിയത്. നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണിക്കുന്നതാണ് ടാസ്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ സ്പിൻ വീലും കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി എന്തായാലും ലൈവ് വിഡ്രോയും കൂടെ കാണിച്ചു തരാം കേസ്. അപ്പോൾ എന്തായാലും ഇത്രയും ട്രിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇനി ഫേക്ക് ആണെന്ന് പറയണ്ട കേസ്. അപ്പോൾ ലൈവ് വിഡ്രോയും കാണിച്ചു തരാം. എനിക്ക് കിട്ടിയ പ്രൂഫ് അടക്കം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഈ ലൈവ് വിഡ്രോയും കൂടെ കാണിച്ചു തരാം കേസ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ലൈവ് വിഡ്രോയും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ആ ഒരു പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റിസീവ് ആയ വിത്ത് പ്രൂഫ് സഹിതം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ആക്കുന്നതാണ് കേസ്. അപ്പോൾ എന്തായാലും ഇനി എന്തായാലും ഞാൻ എന്റെ ചാൻസും കാര്യങ്ങളൊക്കെ സീറോ ആക്കിയതിനു ശേഷം കാണിച്ചു തരാം ലൈവ് വിഡ്രോയും കാര്യങ്ങളും കേസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എന്റെ ചാൻസ് നോക്കുകയാണെന്നുണ്ട് സീറോ ആയിട്ടുണ്ട്. ഞാൻ ലൈവ് വിഡ്രോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വാലറ്റും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. മിനിമം വിഡ്രോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും മാക്സിമം വിഡ്രോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ കേസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് 135 കോയിനും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ 2 രൂപയ്ക്ക് വരുന്നത് കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ടോട്ടൽ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ 3 തവണയും കാര്യങ്ങളൊക്കെ വിഡ്രോ അടിച്ചിട്ടുണ്ട്. 3 തവണ എനിക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റിസീവ് ആയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഞാൻ വിത്ത് പ്രൂഫ് സഹിതം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഡ്രോ അടിക്കുന്ന പ്രൂഫും കൂടെ ഇപ്പൊ ഞാൻ ആഡ് ആക്കുന്നതാണ് കേസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ
തന്നെ ഞാൻ ആഡ് ആക്കുന്നതാണ് എനിക്ക് റിസീവ് ആയത് കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് വിഡ്രോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഞാനിവിടെ 2 രൂപയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എൻ്റെ പേടിഎം നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനിവിടെ പേടിഎം നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ റിക്വസ്റ്റ് നൗ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനുശേഷം നോക്കിവിടെ കാണാൻ പറ്റുന്നതാണ് 24 ഹവറിനുള്ളിൽ തന്നെ എനിക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. പേ ഔട്ട് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. ആ ഒരു അപ്ലിക്കേഷനിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റിസീവ് വന്നാൽ ഞാൻ ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവത്തുള്ളൂ ഗായ്സ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ കൊടുക്കട്ടെ. അപ്പോൾ എന്തായാലും പുതിയ അപ്ലിക്കേഷനും കാര്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കണ്ടിന്യൂ വിത്ത് ഗൂഗിളും കാര്യങ്ങളൊക്കെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതാണ്. എന്റെ ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും അതിനുശേഷം നിങ്ങൾ അപ്ലിക്കേഷന്റെ മെയിൻ ഇന്റർഫേസിലോട്ട് എത്തുന്നതാണ് ഇതുപോലെ തന്നെ ടൈസ്. അപ്പോൾ എന്തായാലും ഇതിൽ ഏണിംഗ്സിന്റെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ്, ബട്ട് ചെറിയ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ലൈവ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം ടൈസ്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ലൈവ് വിഡ്രോയും കൂടെ കാണിച്ചു തരുന്നുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് ടൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ലിക്കേഷനിൽ ഏണിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ എങ്ങനെ ഏണിംഗ്സ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു ടിക്ക് ഇട്ടിട്ട് 0 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് 40 എന്ന് കൊടുത്തിട്ടുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും ഈ 40 എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനുള്ള ഡെയിലി ലിമിറ്റും കാര്യങ്ങളാണ് ടൈസ്. അപ്പോൾ എന്തായാലും ഈ 40 എണ്ണം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാനും പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വിഡ്രോ അടിക്കാനുള്ള കോയിൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടാവത്തുള്ളൂ ടൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ ആക്കുന്നതുമാണ്, ലൈവ് വിഡ്രോയിങ്ങും കാണിച്ചു തരുന്നതാണ്. വിഡ്രോ അടിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്ന അടക്കം ഞാൻ കാണിച്ചു തരുന്നതാണ് ടൈസ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഗെയിമും കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം ടൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു സാന്റാക്ലോസിന് ടൈസ്. അപ്പോൾ എന്തായാലും അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വാച്ച് ആഡ് എന്ന് പറഞ്ഞിട്ട് ടൈസ്. അപ്പോൾ എന്തായാലും അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പ്രോസസിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതാണ്. ആ ആഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വിടുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒന്ന് ലോഡ് ആവുന്നുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും ആ ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം എനിക്കിവിടെ 10 പോയിന്റ് ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു 10 സെക്കൻഡ് കാര്യങ്ങളൊക്കെ എനിക്കിവിടെ ലെഫ്റ്റ് ആവുന്നുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു 10 സെക്കൻഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്കിവിടെ അടുത്ത ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ടിക്കിന്റെ അവിടെ 1 വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 40 ഉള്ളത് 39 ആയിട്ടുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഗെയിം ഒന്നുകൂടെ കളിച്ച് കാണിച്ചു തരാം ടൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സാന്റാക്ലോസിനും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വാച്ചാഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ വാച്ചാഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും എനിക്കിവിടെ ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആയിട്ടുണ്ട്. ഞാൻ ആഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ടിക്കറ്റ് കൊടുത്ത് 2 ആയിട്ടുണ്ട്. എനിക്കിവിടെ 39 ഉള്ളത് 38 ആയിട്ടുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും അതിനുശേഷം എനിക്കിവിടെ ഒരു 10 സെക്കൻഡ് കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് ആവുന്നതാണ്. ഞാനിവിടെ ഒന്നുകൂടെ സാന്റാക്ലോസിനും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. വാച്ചാഡും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആ ഒരു ബട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ഒരു ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതാണ്. ആഡും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ടിക്കറ്റ് കൊടുത്ത് 3 ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 38 ഉള്ളത് 37 ആവുന്നതാണ് ടൈസ്. അപ്പോൾ എന്തായാലും 10 പോയിന്റ്സ് ആഡ് ആവുന്നതാണ് എന്റെ വാലറ്റിൽ ടൈസ്. അപ്പോൾ എന്തായാലും ഒരു ഗെയിം നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 10 പോയിന്റ്സ് വെച്ച് ആഡ് ആവുന്നതാണ് ടൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വാച്ചാഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ ഒരു ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു 10 സെക്കൻഡ് കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് ആവുന്നുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റ് കൊടുത്ത് 3 ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 38 ഉള്ളത് 37 ആയിട്ടുണ്ട് ടൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കേണ്ടത്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിമിറ്റും കാര്യങ്ങളൊക്കെ തീർക്കണം. അതായത് ഡെയിലി ലിമിറ്റും കാര്യങ്ങളും നിങ്ങളുടെ 40 ഉള്ളത് 0 ആക്കി എടുക്കണം ടൈസ്. അപ്പോൾ എന്തായാലും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്നതാണ്. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിമിറ്റും കാര്യങ്ങളൊക്കെ തീർത്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു നോട്ടും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. ഈ നോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ ആ ഒരു അപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ് ടൈസ്. അപ്പോൾ എന്തായാലും ഈ നോട്ട് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ നോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റത്തെ അപ്ലിക്കേഷനിൽ പറഞ്ഞായിരുന്നു ഒരു നോട്ടും കാര്യങ്ങളൊക്കെ വരും. ആ നോട്ടിൽ ഒരു ബട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ബട്ടനും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതാണ്. ആ ഒരു ആഡിലുള്ള അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ബാക്ക് അടിച്ച് വരാനാണ് ആ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ തരുന്നത് ടൈസ്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ടൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ബട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഓക്കെ എന്നാവും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ടൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു നോട്ടിലുള്ള ബട്ടനും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതാണ്. ആ ഒരു ആഡും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ആഡിലുള്ള അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലോട്ട് പോകുന്നതാണ്. എന്നിട്ട് ആ ഒരു അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ബാക്ക് അടിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നോട്ടും കാര്യങ്ങളും പോകത്തുള്ളൂ ടൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സാന്റാക്ലോസിന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ ഡെയിലി ലിമിറ്റും കാര്യങ്ങളൊക്കെ 0 ആക്കി എടുക്കാനും പറ്റത്തുള്ളൂ ടൈസ്. അപ്പോൾ എന്തായാലും അതൊരു ടാസ്ക് ആണ്. ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്നത് വലിയ എംബിയുടെ അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു MB പോലും ഇല്ലാണ്ട് തന്നെ ഈ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ബാക്ക് അടിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റത്തെ അപ്ലിക്കേഷനിൽ പറയുന്നുണ്ട് ആ ട്രിക്കും കാര്യങ്ങളൊക്കെ ടൈസ്. അപ്പോൾ എന്തായാലും അവിടെ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് അവിടെയും കംപ്ലീറ്റ് ആക്കുന്നത്. അതൊരു സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ടൈസ്. അപ്പോൾ എന്തായാലും
ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ലൈവായിട്ട് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റത്തെ അപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടാൽ മതി ഗൈസ്. അപ്പോൾ എന്തായാലും അതായത് ഈ ഒരു വീഡിയോ തന്നെ ഫസ്റ്റത്തെ അപ്ലിക്കേഷനിൽ ആ ഒരു ട്രിക്കിനെ കുറിച്ച് ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ആ ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്താൽ മതി. നിങ്ങൾ ആ ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ മതി ഗൈസ്. അപ്പോൾ എന്തായാലും എങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു MB പോലും ആവാണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ടാസ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് പോകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു ടാസ്ക് കൂടെ വരുന്നതാണ്. അതും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ നോട്ട് കാര്യങ്ങളൊക്കെ വരില്ല. ആ ഒരു നോട്ടിലുള്ള ബട്ടനും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യില്ല. ആ ഒരു ബട്ടനും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതാണ്. ആ ഒരു ആഡും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ വർക്ക് ആവത്തുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ സെർച്ച് ബാർ പോയിട്ട് KBN സെർച്ച് ചെയ്യുക. KB ഗൈസ്. അപ്പോൾ എന്തായാലും KBN സെർച്ച് ചെയ്യുമ്പോൾ KB സ്പെഷ്യൽ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു KB സ്പെഷ്യൽ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ബാക്ക് അടിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഒരു MB പോലും ആവണ്ട ഗൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെ നിങ്ങൾ ഈ ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നിങ്ങൾ ഈ സാന്റാക്ലോസിന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് പോകുന്നതിന്റെ എടുക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ ഈ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നോട്ടൊന്നും നിങ്ങൾ മെയിൻ ആക്കേണ്ട. അതിലുള്ള ആ ഒരു ബട്ടനും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഒരു ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു ആഡും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ സെർച്ച് ബാർ പോവുക. സെർച്ച് ബാർ പോയതിനു ശേഷം KBN സെർച്ച് ചെയ്യുക. KB സ്പെഷ്യൽ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അങ്ങനെ KB സ്പെഷ്യൽ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ബാക്ക് അടിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഈ ഒരു ഗെയിമിന്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ തീർത്തെടുക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ വിഡ്രോ കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് വിഡ്രോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് എന്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ലൈവ് വിഡ്രോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിന്റെ മുമ്പായിട്ട് ഒരു കോഡിന്റെ ഓപ്ഷനും കൂടെ ഉണ്ട് ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതൊക്കെ ഞാൻ ലൈവ് ആയിട്ട് തന്നെ പറഞ്ഞു തരട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അടിയത്തെ മൂന്നാമത്തെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് സ്പെഷ്യൽ കോഡ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ജോയിൻ ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിലായിട്ട് എൻ്റർ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെലിഗ്രാം ചാനലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു കോഡും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. ആ ഒരു കോഡും കാര്യങ്ങളൊക്കെ ആ ടെലിഗ്രാം ചാനലിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് എൻ്റർ കോഡ് എന്നുള്ളടത്ത് എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ ആ ഒരു സബ്മിറ്റും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നോട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നോട്ടിൽ ഒരു ബട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ബട്ടനും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവും. ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആവുമ്പോൾ ആ ആഡിൽ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു കോഡിൽ നിന്ന് നിങ്ങൾ വലിയൊരു കോയിനും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട ഗൈസ്. അപ്പോൾ എന്തായാലും സംഭവം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കോഡും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തെടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 20 പോയിന്റ്സും കാര്യങ്ങളാണ്. ഒരു അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കിട്ടുന്നത് 20 പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ ഒരു കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കട്ടെ ഗൈസ്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് ഉള്ളൂ, ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല ഗൈസ്. അപ്പോൾ ചിലപ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 20 50 പോയിന്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ ലൈവ് വിഡ്രോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് എന്റെ കോയിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കോയിൻസിന്റെ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് വിഡ്രോ അടിക്കേണ്ട ഓപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് പേടിഎം ഉണ്ട്, ഗൂഗിൾ പ്ലേന്റെ റെഡീം കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, UPI ഉണ്ട്, ഫ്രീ ഫയർ ഉണ്ട്, BGMI ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ വെച്ചിട്ട് ഫ്രീ ഫയറിലോട്ടുള്ള ഡയമണ്ടും BGMIലോട്ടുള്ള യൂസ് എടുക്കരുത്. പകരം നിങ്ങൾ ഗൂഗിൾ പ്ലേന്റെ റെഡീം കോഡ് എടുത്തിട്ട് ടോപ്പ് അപ്പ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ വെച്ചിട്ട് ഒരിക്കലും ടോപ്പ് അപ്പ് ചെയ്യരുത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് പേടിഎമ്മിലോട്ടുള്ള മിനിമം വിഡ്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 രൂപയ്ക്ക് 200 പോയിന്റ്സും കാര്യങ്ങളാണ്, 10 രൂപയ്ക്ക് 1100 പോയിന്റ്സും കാര്യങ്ങളാണ്, പിന്നെ ഗൂഗിൾ പ്ലേന്റെ റെഡീം കോഡും കാര്യങ്ങളാണ് ഉള്ളത്. മിനിമം വിഡ്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് 1200 പോയിന്റ്സും കാര്യങ്ങളാണ്, ഗൂഗിൾ പ്ലേന്റെ റെഡീം കോഡ് 20 രൂപയ്ക്ക് 2100 പോയിന്റ്സും കാര്യങ്ങളാണ്, പിന്നെ UPI ആണ് വരുന്നത്. UPI മിനിമം വിഡ്രോയും മാക്സിമം വിഡ്രോ ആയിട്ട് 20 രൂപ മാത്രമേ ഉള്ളൂ. 2200 പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ UPIലോട്ടുള്ള 20 രൂപയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി എന്റെ കയ്യിൽ വിഡ്രോ അടിക്കാനുള്ള പോയിന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 600 പോയിന്റ്സും കാര്യങ്ങളാണ് ഉള്ളത്. എനിക്കിപ്പോൾ 200 പോയിന്റ്സും കാര്യങ്ങളൊക്കെ വിഡ്രോ അടിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ അതായത് 2 രൂപയും കാര്യങ്ങളും ഞാൻ ലൈവ് വിഡ്രോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ 2 രൂപയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് ക്യാപ്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം പ്ലീസ് വെയിറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അതിനുശേഷം എനിക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു ആഡും കാര്യങ്ങളൊക്കെ ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷനിൽ ഫസ്റ്റ് ആയിട്ട് വിഡ്രോ അടിക്കുമ്പോൾ നിങ്ങളോട് പേടിഎം നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് ഗൈസ്. പിന്നീടുള്ള വിഡ്രോയിൽ നിങ്ങളോട് പേടിഎം നമ്പറും കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല, ഓട്ടോമാറ്റിക് തന്നെ വിഡ്രോ ആവുന്നതാണ്. നിങ്ങളൊന്ന് ഞെക്കി കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ പണിയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ പേടിഎം നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റിസീവ് ആയിട്ടുണ്ട്. നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് 8/29 ഞാൻ വിഡ്രോ കാര്യങ്ങളൊക്കെ അടിച്ചെടുത്തിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഡിസംബർ 10 എന്റെ പേടിഎമ്മിൽ ഈ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കയറി ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തരട്ടെ ഗൈസ്. അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്
പേ ടി എമ്മിൽ എനിക്ക് റിസീവ് ആയ പേയ്മെന്റും കാര്യങ്ങളാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിസീവ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8/29 തന്നെ എനിക്ക് റിസീവ് ആയിട്ടുണ്ട്, ഡിസംബർ 10-ാം തീയതി ഗൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അപ്ലിക്കേഷന്റെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ തരുന്ന അപ്ലിക്കേഷൻ തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും എത്ര ഉള്ളൂ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് അപ്ലിക്കേഷന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും പിന്നെ അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി ജോയിൻ ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.